കേരള സമൂഹത്തിന് ഒരു കണ്ണാടിയായി പ്രവർത്തിക്കാൻ ദീപികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ദീപികയുടെ നേതൃത്വത്തിലാണ് സമൂഹത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു വരുന്ന വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് എക്സലന്റ് അവാർഡ് കൊടുത്തത്. അത് അവർക്ക് കൂടുതൽ പ്രചോദനം ജീവിതത്തിൽ നൽകാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇന്ന് അഭിമതനായ പിതാവിനെ ഞാൻ തൂഫാൻ വാര്യറായി ബാഡ്ജ് ധരിച്ച് പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ തൂഫാൻ വാര്യർ പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെ 17,000-ഓളം വരുന്ന സ്കൂളുകളിലെ കുട്ടികൾ തൂഫാൻ വാരിയേഴ്സ് ആവുന്നു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരും തൂഫാൻ വാരിയേഴ്സായി മാറുകയാണ്. ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ തൂഫാൻ വാരിയേഴ്സായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ നാടിനെ മുടിക്കുന്ന യുവതലമുറയെ തകർക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന്. മയക്കുമരുന്ന് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ വ്യത്യാസമില്ലാതെ കോളേജുകളിലും സ്കൂളുകളിലും വൻതോതിലുള്ള ലഹരി വ്യാപനമാണ് കാണാൻ കഴിയുന്നത്. 2 ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് പോലീസ് ഒരു പ്രധാനപ്പെട്ട വേട്ട നടത്തുകയുണ്ടായി. ലക്ഷക്കണക്കിന് മിഠായികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ക്ലീൻ കമ്പനി എന്ന് പേരിട്ടുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് മിഠായികൾ, ആ മിഠായി എന്ന് പറയുന്നത് ലഹരിയാണ്. മിഠായി ആ മിഠായിക്കകത്തെല്ലാം ലഹരിയാണ്. ആ മിഠായി കുട്ടികളുടെ ഇടയിൽ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേകമായ നിരീക്ഷണം ഉള്ളത് കൊണ്ട് ഇത് കണ്ടെത്തി അവരെ മുഴുവൻ പോലീസ് പിടിച്ചെടുത്തു. അവരെ റിമാൻഡ് ചെയ്തു. ആലോചിച്ച് നോക്കുക, അവിടെ കൊച്ചു കുട്ടികൾക്ക് ഈ വിഷം പുരണ്ട മിഠായി കൊടുക്കുക. കുട്ടികൾക്ക് അറിയില്ലല്ലോ. ആദ്യമായി മിഠായി കിട്ടുമ്പോൾ കുട്ടികളെടുത്ത് കഴിക്കും. അവർ താമരശ്ശേരിയിൽ ഒരു 2-ാം ഒരു കുട്ടിയുടെ വാട്ടർ ബോട്ടിലിൽ മദ്യം ഒഴിച്ചു കൊടുക്കും. എത്ര ക്രൂരതയാണ്! ആ കുട്ടി ഇതറിയാതെ വെള്ളമാണെന്ന് വെച്ച് കുടിച്ചു, അവസാനം ഛർദ്ദിച്ചു. പോലീസ് അയാളെയും അറസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആകാശത്തിലൂടെയും കരയിലൂടെയും കടലിലൂടെയും വരുന്ന ഈ വലിയ തോതിലുള്ള തകർച്ചയ്ക്ക് വഴിതെളിക്കുന്ന മയക്കുമരുന്നുകളെ നമുക്ക് ഇല്ലാതാക്കണം. അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാണ് ഈ അന്തർദേശീയ മയക്കുമരുന്ന് സംഘം. അവരിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി, പോലീസിന്റെ റിപ്പോർട്ടാണ്, ഒരാഴ്ചയായി ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതും വിൽക്കുന്നതും നിർത്തിവെച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഇത് ആരംഭശൂരത്വമാണ്, അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാമെന്നാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഗവൺമെന്റിന്റെ 5 വർഷവും മയക്കുമരുന്നിനെതിരായിട്ടുള്ള തുഫാൻ